ഹായ് നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമുക്കൊരു സൂപ്പർ ചുവന്ന ലഡു, ബീട്രൂട്ട് ലഡു ഉണ്ടാക്കാം. ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും. എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനു മുമ്പായി സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇതിലേക്ക് നമുക്ക് ആദ്യം എടുക്കേണ്ടത് ഒരു ബീട്രൂട്ടാണ് കേട്ടോ. ഒരൊറ്റ ബീട്രൂട്ട് മതി നമുക്ക് ഈ ലഡു ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇത് നമുക്ക് ചെറിയ പീസാക്കി എടുക്കണം. ഞാനിത് ചെറിയ പീസാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സിയിലിട്ട് അടിച്ച് അതിൻ്റെ നീരാണ് കേട്ടോ എടുക്കേണ്ടത്. നമ്മൾ തരിച്ച് എടുക്കുന്നുണ്ട്. അതൊന്ന് റെഡിയാക്കിയതിന് ശേഷം നമുക്കത് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ ലഡു ഉണ്ടാക്കാനുള്ള ഒരു പാത്രം അടുപ്പത്തേക്ക് വയ്ക്കുന്നു. അത്യാവശ്യം കുറച്ച് നല്ല നെയ്യ് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ലഡുവിനൊക്കെ നെയ്യ് കൂടുതലുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. ആ നെയ്യിലേക്ക് നമ്മൾ കുറച്ച് അണ്ടിപ്പരിപ്പ് ഇടുക. ഒന്ന് അണ്ടിപ്പരിപ്പ് വറുത്തെടുക്കട്ടോ. ഒരു ചെറിയ കളറ് മാറി വന്നാൽ മതി. ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കുക. അതൊന്ന് വറുത്ത് മാറ്റി വയ്ക്കുക. അതിനുശേഷം നമുക്ക് ആ പാനിൽ ഒരുപാട് നെയ്യൊക്കെ ഉണ്ടാവും. അതിലേക്ക് തന്നെ നമ്മൾ ഒരു കപ്പ് റവ എടുക്കുക കേട്ടോ. ഈ ഒരു കപ്പിൻ്റെ അളവിലാണ് ബാക്കി എല്ലാം ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു കപ്പ് റവ എടുക്കുക. നമ്മൾ ഏത് കപ്പാണ് എടുക്കുന്നത് അതിന് കണക്കാക്കിയിട്ടാണ് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കേണ്ടത്. ആ റവ നമ്മളൊന്ന് നന്നായിട്ട് നമ്മൾ നെയ്യിലൊന്ന് മൂപ്പിച്ചെടുക്കണം. ആ റവയുടെ ഒരു പച്ച മണം മാറി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണത്. അതോടൊപ്പം തന്നെ റവ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടുകയും ചെയ്യും. ഏകദേശം ഒരു 5 മിനിറ്റോളം നമ്മൾ ആ നെയ്യിലൊന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ബീറ്റ്റൂട്ടിൻ്റെ ജ്യൂസ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒന്ന് നന്നായിട്ട് വറ്റിച്ചെടുക്കണം കേട്ടോ. നമുക്ക് ലഡു ഉണ്ടാക്കേണ്ടതാണ്. കളറൊക്കെ ചേഞ്ച് ചെയ്ത് നല്ല റെഡ് കളറായിട്ട് മാറിയിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് വേവിച്ചെടുക്കുക. അതിന് ശേഷം ഒരു 1/2 കപ്പ് പാൽ കൂടി ചേർത്ത് കൊടുക്കണം. ഒരു 1/2 കപ്പ് പാൽ കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്നും കൂടി മിക്സ് ചെയ്ത് ഒന്ന് വറ്റിച്ചെടുക്കുക. റെഡിയായിട്ട് വറ്റിച്ചെടുക്കണം. നമ്മുടെ ലഡുവിന് കളറ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ബീറ്റ്റൂട്ടിൻ്റെ ജ്യൂസാണ് ചേർത്തത്. ഒരു പുറത്തുനിന്നുള്ള ഇൻഗ്രീഡിയൻസോ കളറോ ഒന്നും ചേർത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ലഡുവാണ്. ഈ ബീറ്റ്റൂട്ടൊക്കെ കഴിക്കാൻ മടി കാണിക്കുന്ന കുട്ടികൾക്ക് ഇത് കൊടുക്കാനും പറ്റും. ഇതോടൊപ്പം നമുക്ക് ബേക്കറിയിൽ നിന്ന് പലഹാരങ്ങൾ വാങ്ങുന്നത് കുറയ്ക്കുകയും ചെയ്യാം. നന്നായിട്ട് വറ്റിയൊക്കെ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റുന്നു. തണുത്തതിൻ്റെ ശേഷം നമ്മൾ അതിലേക്ക് മധുരം ചേർത്തിട്ടില്ല. അപ്പോൾ മധുരത്തിനായിട്ട് നമ്മൾ ഒരു 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചതാണ് ചേർക്കുന്നത്. അതിൻ്റെ കൂടെ നമുക്ക് ഏലക്കായ കൂടി ചേർത്ത് പൊടിച്ചെടുക്കാം കേട്ടോ. ഞാൻ എടുത്തത് 1 കപ്പ് റവ, 1/4 കപ്പ് പഞ്ചസാരയാണ്. അതോടൊപ്പം തന്നെ ഒരു 1/2 കപ്പ് പാലും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു. ഒക്കെ ആ സെയിം കപ്പിൻ്റെ അളവിലാണ് എടുത്തിട്ടുള്ളത്. ഒന്ന് നന്നായിട്ട് മിക്സാക്കി ചേർക്കുക. ഇനി നമുക്ക് വളരെ എളുപ്പത്തിൽ ലഡുവിൻ്റെ ഷേപ്പിലാക്കി മാറ്റിയെടുക്കാൻ പറ്റും. എന്നിട്ട് നമ്മൾ വറുത്ത് കോരി വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് ഓരോന്നെടുത്തിട്ട് അതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കാം. 1 കപ്പ് റവ കൊണ്ട് നമുക്ക് ഒരുപാട് എണ്ണം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. നമുക്കൊരു ഈവനിങ് സ്നാക്കായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു അടിപൊളി ലഡുവാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റുകളൊക്കെ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്